ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പുണ്ടേറി മിന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കാലകാലകലാനാഥ കലാകലിതശേഖര പാർവതീകാന്തകാമാരേ പാഹി മാം പരമേശ്വര. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനീഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിവി പരിവൃതം രാമം ഭജേ ശ്യാമളം. രാമം ഭജേ ശ്യാമളം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭക്തജനങ്ങൾക്ക്, ധന്യ ആത്മാക്കൾക്ക് എൻ്റെ വിനീത നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് 5-ാമത്തെ അധ്യായത്തിലെ ശ്രീമൻ നാരായണീയത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളാണ്. അത് ശ്രീമദ് ഭാഗവതത്തില് വിരാട് പുരുഷ ഉൽപ്പത്തിയായിട്ട് പറയുന്നത് 2-ാമത്തെ സ്കന്ധത്തില് ബ്രഹ്മനാരദ സംവാദത്തിലും 3-ാമത്തെ സ്കന്ധത്തില് വിതുര മൈത്രേയ സംവാദമായിട്ടും. വിതുര മൈത്രേയ സംവാദം 3-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇത് ആണ് വിരാട് പുരുഷ ഉത്പത്തി 2 സ്ഥലത്ത് പറയുന്നുണ്ട്. സൃഷ്ടിയെ പറ്റിയും രണ്ടല്ല പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആലോചിച്ചത്. ഇന്ന് നമുക്ക് ഈ വിരാട് പുരുഷ ഉത്പത്തി എന്ന് പറയുന്ന 5-ാമത്തെ അധ്യായം, അതിലത്തെ ശ്ലോകങ്ങള് നമുക്ക് നോക്കാം. അപ്പോ ഭാഗവതത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ സ്വരൂപ വർണ്ണനയായിരുന്നു. 2-ാമത്തെ അധ്യായത്തില് ഭക്തിയുടെ മഹത്വമാണ്. 3-ാമത്തെ അധ്യായത്തിൽ ആർത്തനായിക്കൊണ്ട് തനിക്ക് ശാരീരികമായിട്ടുള്ള സൗഖ്യം വേണം, അതിലുപരിയായിട്ട് എന്തൊക്കെയാണെങ്കിലും എന്നെ ഒരു ഭക്തനായിട്ട് അവിടുന്ന് എപ്പോഴും കാത്തു രക്ഷിക്കണേ, എന്റെ ഭക്തി വളർത്തി വളർത്തി തരണേ, അങ്ങേ പറ്റി എന്ത് ചിന്തിക്കുന്നതും അവിടുത്തെ പറ്റി ആയിരിക്കണം, പറയുന്നതൊക്കെ അവിടുത്തെ പറ്റി ആയിരിക്കണം. ഈ കരണങ്ങൾ അത്രയും, കൈകൾ ചെയ്യുന്നതൊക്കെ അവിടുത്തെ പൂജയായിരിക്കണം, കാലുകളൊക്കെ അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി വെമ്പുന്നതായിരിക്കണം. ഇങ്ങനെ ഓരോ കരണങ്ങളും അവിടുത്തേക്ക് വേണ്ടി സമർപ്പിച്ചതായും അവിടുത്തെ ആശ്രയിച്ചതായും അവിടുത്തെ ആഗ്രഹിക്കുന്നതായിട്ടും ആയി വരണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് 3-ാമത്തെ സ്കന്ധത്തിൽ കണ്ടത്. 4-ാമത്തെ സ്കന്ധത്തില് ശ്രീമദ് ഭാഗവതത്തിലെ ശുകബ്രഹ്മർഷി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണോ പറയുന്നത്, തുടക്കത്തില് 2-ാമത്തെ സ്കന്ധത്തില് അതില് അഷ്ടാംഗ യോഗത്തെ പറ്റി പറഞ്ഞു,
പിന്നെ സദ്യോമുക്തിയെ പറ്റിയും ജീവൻ മുക്തിയെ പറ്റിയും ക്രമമുക്തിയെ പറ്റിയും പറഞ്ഞു. ഭക്തന്മാർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് അവരെത്തുന്നു എന്നുള്ളതും പറഞ്ഞു. പിന്നെയാണ് 5-ാമത്തെ അധ്യായത്തില് ഈ വിരാട് പുരുഷോൽപത്തി പറയുന്നത്. വിരാട് പുരുഷോൽപത്തി പറയുമ്പോ അത് എല്ലാ പുരാണങ്ങളിലും, ലഘുപുരാണങ്ങളിലും മഹാപുരാണങ്ങളിലും സർഗം വിസർഗം എന്നത് ലക്ഷണമായിട്ടുള്ള ഭാഗങ്ങൾ കാണാം. അതിന്റെ പ്രത്യേകത, നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ നമുക്ക് കൗതുകമുണ്ട്, ഔത്സുക്യമുണ്ട്. അത് നമുക്ക് സാധിച്ചു തരുന്നതാണ് ഈ സർഗം വിസർഗം എന്നുള്ള വിചിന്തനം. അത് മാത്രമല്ല, നമ്മളൊക്കെ തന്നെ ഈശ്വരനിൽ നിന്ന് വന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വരൂപം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാറാക്കും. അതല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മെ വിലയിരുത്തുന്നത് നമ്മളുടെ സ്വഭാവം നോക്കിയിട്ടാണ്. സ്വഭാവം എന്ന് പറയുമ്പോൾ എത്രയോ പരിണാമം കഴിഞ്ഞിട്ട് നമ്മൾ ഈ അവസ്ഥയിലെത്തി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല പരിണാമ വിശേഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ നോക്കി നമ്മളുടെ സ്വഭാവം പറയാമെന്നുണ്ടെങ്കിലും സ്ഥായി ആയിട്ടുള്ള സ്വരൂപം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എവിടെ നിലനിൽക്കുന്നു, നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ ഭഗവാനിൽ നിന്ന് വന്നു, പിന്നെ ഭഗവാൻ നമ്മളുടെ ഉള്ളിലാണെന്ന് വിചാരിക്കേണ്ട. അതിന് പകരം നമ്മൾ ഇരിക്കുന്നത് ഭഗവാനിലാണ് എന്ന് വിചാരിക്കണം. അതേപോലെ ഭാഗവതത്തിലൊക്കെ ക്രിയായോഗത്തെ പറ്റി പറയുമ്പോ പോലും എങ്ങനെയാണോ മരം കൊണ്ടൊരു വിഗ്രഹം, മെറ്റൽ അതായത് ലോഹം കൊണ്ടൊരു വിഗ്രഹം, പിന്നെ മണലുകൊണ്ട് സൈകത അങ്ങനെയുള്ളൊരു വിഗ്രഹം, ഇതിന്റെ ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മനോമയിയായിട്ടുള്ള വിഗ്രഹം. മനസ്സ് തന്നെ വിഗ്രഹമായിട്ടിരിക്കണം. മനസ്സിൽ മറ്റ് പലതും പ്രതിഷ്ഠിക്കുന്നത് പോലെ ഭഗവാനെയും പ്രതിഷ്ഠിച്ചാല് മറ്റ് പലതിന്റെ ഇടയിൽ ഭഗവാൻ ഒരു സ്ഥാനം എന്നായിരിക്കും. അതിനു പകരം മറ്റു പലതിന്റെയും കൂടെ എന്ന് വിചാരിക്കേണ്ട, മനസ്സ് തന്നെ മെനഞ്ഞു ഭഗവാനാക്കുക. അപ്പൊ പിന്നെ മനസ്സിൽ വേറെ സ്ഥാനമില്ല. ഒരു വലിയ ശില്പി ഹെൻറി മോർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ശില്പി, ആ ശില്പി ഒരു സിംഹം ഉണ്ടാക്കി വെച്ചു. അപ്പൊ ആ സിംഹത്തെ കണ്ട സമയത്ത് പലരും അദ്ദേഹത്തിനോട് ചോദിച്ചു, വെറും വെണ്ണക്കല്ലിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിംഹത്തെ അങ്ങ് മെനഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ സിംഹം ഈ വെണ്ണക്കല്ലില് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആകെപ്പാട് ചെയ്തത് സിംഹമല്ലാത്ത ഇതിന്റെ ഭാഗങ്ങൾ അതൊക്കെ ഇങ്ങനെ ഉളി കൊണ്ട് ചീളുകളാക്കി മാറ്റിക്കളഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. കൊത്തി മാറ്റിക്കളഞ്ഞു. അതല്ലാതെ ഞാൻ സിംഹത്തെ സൃഷ്ടിച്ചിട്ടില്ല, അത് അതിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ഉള്ളിൽ കൃഷ്ണനേ ഉള്ളൂ. സ്വരൂപം എടുത്താൽ കൃഷ്ണനേ ഉള്ളൂ. പിന്നെ കൃഷ്ണനല്ലാത്തതൊക്കെ കുറച്ചൊക്കെ വന്നു ചേർന്നത് നമ്മളുടെ സ്വഭാവം, പരിണാമം കൊണ്ടാണ്. ആ പരിണാമം കൊണ്ടുവന്നതിനെ, സ്വഭാവം കൊണ്ടുവന്നതിനെ മാറ്റി സ്വരൂപത്തിലേക്ക് തിരിച്ചു പോവാൻ ഈ സൃഷ്ടി ചിന്തനം നമ്മെ എപ്പോഴും സഹായിക്കും. എത്ര വിശ്വം ഭവത്യേക നീടം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും ഒരു പക്ഷിക്കൂടായിട്ട് കാണാൻ, എന്നിലുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവരിലും ഉള്ളത്. പിന്നെ ജീവിതത്തിന്റെ പല വ്യവഹാര ദശകളില് നമുക്ക് പല ഭാവങ്ങളും സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അതിലൊക്കെ അന്തർധാരയായിട്ടുണ്ടാവേണ്ടത് ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം തന്നെയാണ് ഞാൻ, പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ, ഈശ്വരൻ തന്നെയാണ് ഞാൻ. എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിച്ചു നിൽക്കുന്ന ഒരു വിശേഷമായിട്ട് നമുക്ക് ഈ സൃഷ്ടിയെ കാണാൻ വേണ്ടി പറ്റണം. അതുകൂടിയാണ് ഉദ്ദേശം. വിരാട് പുരുഷ ഉത്പത്തിയിലെ 10 ശ്ലോകങ്ങളാണ്. ശാർദൂല വിക്രീഡിതം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഛന്ദസ്സാണ്, വൃത്തമാണ്. ഒന്നാമത്തെ ശ്ലോകം, 5-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം.
വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവൽ പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസമ്യരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭുന്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ. ഒരു വലിയ പ്രാകൃത പ്രളയം തുടങ്ങി. പ്രകർഷേണ എല്ലാം ലയിച്ചു. പ്രകൃതിയിൽ ഉള്ളത് പോലും ലയിച്ചു. ഭഗവാൻ പ്രാഥമികമായിട്ടുള്ള സൃഷ്ടിയില് അതില് സൃഷ്ടിച്ചിട്ടുള്ള പ്രപഞ്ച നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉപകരണങ്ങളും ഉപാധികളും വസ്തുക്കളും നിർമ്മാണ വസ്തുക്കളും എല്ലാം ഭഗവാനിൽ ലയിച്ചു കിടക്കുകയാണ്. ബ്രഹ്മാവ് പോലും ഇല്ല. കാരണം എന്താ വെച്ചാല് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത് ഒരു ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞ ശേഷമാണ്. ഒന്നും തന്നെ ഇല്ല. എന്താ ഉള്ളത്? ഭഗവാൻ മാത്രം, പരബ്രഹ്മം എന്നുള്ള തത്വം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് വിസ്തരിച്ച് പറയാണ്. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ. പണ്ട് തുടക്കത്തില് നമുക്കിത് പണ്ട് എന്നൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാല് ഈ പ്രകൃതിയുടെ ലയം എന്നുള്ളത് എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്, എത്രയോ തവണ ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ സൃഷ്ടി, അതായത് ഇപ്പോഴുള്ള നമ്മളുടെ നടന്നു പോകുന്ന ഈ സൃഷ്ടി ഉണ്ടല്ലോ, അത് ഇപ്പോഴുള്ള ബ്രഹ്മാവിന്റെ തുടക്കത്തില് ഏറ്റവും ആദ്യം ബ്രഹ്മാവ് ജനിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ബ്രഹ്മാവ് പോലും ജനിക്കുന്നതിന് മുമ്പുള്ള ആ പണ്ടിനെ പറ്റിയാണ് ഇവിടെ പ്രാക് എന്ന് പറയുന്നത്. പണ്ടത്തെ ആ പ്രകൃതി പോലും ക്ഷയിച്ചിരിക്കുന്ന, നല്ല പോലെ ലയിച്ചിരിക്കുന്ന, ക്ഷയിച്ചിരിക്കുന്ന ആ അവസ്ഥയില് വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഇവിടെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഈ കാണുന്നത് വ്യക്തം, ഇത് എവിടെ നിന്ന് വന്നു? അവ്യക്തത്തിൽ നിന്ന് വന്നു. ഈ അവ്യക്തം പോലും ലയിച്ചു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ വ്യക്തവുമില്ല, അവ്യക്തവുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ആദ്യം അവ്യക്തം പുറപ്പെട്ടു, പ്രകൃതി പുറപ്പെട്ടു. അവ്യക്തം പ്രധാനം പ്രകൃതി എന്നൊക്കെ പറയാം. മൂലപ്രകൃതി. അതിൽ നിന്ന് ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളും മനുഷ്യരും മനുഷ്യന്റെ സ്വഭാവങ്ങളും ഒക്കെ വരുന്ന പ്രകൃതി അതിൽ നിന്ന് വന്നു. നമ്മൾ ഇപ്പൊ കാണുന്നത് വ്യക്തമാണെങ്കിൽ അത് പുറപ്പെട്ടു വന്നത്, ഇത് സ്ഥൂലമാണ്, ഇത് പുറപ്പെട്ടു വന്നത് സൂക്ഷ്മത്തിൽ നിന്നാണ്, അഥവാ അവ്യക്തത്തിൽ നിന്നാണ്. ആ അവ്യക്തം മൂലം ലയിച്ചു കിടക്കുന്ന അവസ്ഥ. അവിടെ വ്യക്തവുമില്ല, അവ്യക്തവുമില്ല, അവിടെ ഒന്നുമില്ല. മായായം ഗുണസമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായം ലയം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് സൃഷ്ടി ലയിക്കേണ്ട സമയം വന്ന സമയത്ത് പ്രകൃതിയിലെ മായയിലെ ഗുണങ്ങൾക്ക് സാമ്യ അവസ്ഥ വന്നു. മായയിലെ ഗുണങ്ങൾക്ക് സാമ്യ അവസ്ഥ വരുന്ന സമയത്ത് പിന്നെ ഇവിടെ വികാരം കൊള്ളാൻ ഒന്നുമില്ല. അതുകൊണ്ട് വികൃതി എന്നുള്ളത് മുഴുവനായിട്ടും തടയപ്പെട്ട അവസ്ഥയാണ്. തടഞ്ഞതാരാണ്? മായയിലത്തെ ഗുണസാമ്യ അവസ്ഥ. മായായം ഗുണസമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായം ലയം. എല്ലാം അവിടുന്ന് ലയം പ്രാപിച്ചിരിക്കുന്ന ആ ഒരവസ്ഥ എല്ലാം തന്നെ. നോ മൃത്യുശ്ച തദാമൃതം ച. അവിടെ മൃത്യുവില്ല. ജീവികൾ ഉണ്ടെങ്കിൽ മൃത്യു ഉണ്ടായിരിക്കും. ജീവികൾ ഉള്ളപ്പോഴാണ്, മൃത്യു ഉള്ളപ്പോഴാണ് അമൃതം എന്നുള്ള അവസ്ഥ. അപ്പോ ഒന്നുകിൽ മരണം പിന്നെ അമരണം, ഇത് രണ്ടുമില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ സംസാരമില്ല, മോക്ഷമില്ല, അങ്ങനെ ഒരവസ്ഥ. അപ്പോ ദ്വന്ദ്വങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥ. രാത്രിയില്ല, പകലില്ല, അതിനെ അടുത്ത് പറയും. മൃത്യുവില്ല, അമൃതമില്ല, അമൃതാവസ്ഥയില്ല, സംസാരമില്ല, മോക്ഷാവസ്ഥയില്ല. നോ മൃത്യുശ്ച തദാമൃതം ച സമഭുന്നോ ന രാത്രേ സ്ഥിതി. രാത്രിയില്ല,
പകലില്ല. കാരണം അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, കാലമില്ല, എല്ലാം കാലമൊക്കെ ലയിച്ചു കിടക്കുകയാണ്. അങ്ങനെ ദ്രവ്യങ്ങളും ഒന്നുമില്ല, ദ്രവ്യമില്ല, കാലമില്ല, കർമ്മമില്ല, സ്വഭാവമില്ല, ജീവനില്ല, എല്ലാം ലയിച്ചു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയില് ആകെപ്പാടെ രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദ പ്രകാശാത്മന. എല്ലാം ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്? ബാക്കി അവശേഷിക്കുന്നത് അവിടുന്ന് മാത്രം, പരബ്രഹ്മം മാത്രം, പരമമായിട്ടുള്ള ആനന്ദം, പരമമായിട്ടുള്ള പ്രകാശം. ഇതല്ലാതെ ഒന്നും തന്നെ ഇല്ല. ഋഗ്വേദത്തില് സൃഷ്ടിയെ പറ്റി പറയുന്ന സമയത്ത് 10ാമത്തെ മണ്ഡലത്തില് 129ാമത്തെ സൂക്തം, നാസദീയ സൂക്തം, വളരെ വളരെ വിഖ്യാതമായിട്ടുള്ള നാസദീയ സൂക്തം, എല്ലാവരെയും, ലോകത്തിലെ ഭാരതീയരെ മാത്രമല്ല മറ്റെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വർണ്ണനയാണ് സൃഷ്ടിയുടെ തുടക്കത്തെ പറ്റി. സൃഷ്ടി തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പുള്ള അവസ്ഥയെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. സത്ത് ഇല്ല, അസത്ത് ഇല്ല, ഇതേപോലെ തന്നെ രാത്രി ഇല്ല, പകലില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല. ഇവിടെ പ്രകാശാത്മകമായിട്ടുള്ള ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഇരുട്ടുണ്ട് എന്ന് പറയുന്നു. ഇരുട്ടുണ്ട് എന്ന് പറയുന്നത് പലർക്കും ഒരു അത്ഭുതമായി തോന്നും. കാരണം എന്താ വെച്ചാൽ നമുക്ക് രാത്രിയാണ് ഇരുട്ടുള്ളത്, വെളിച്ചമില്ലാത്ത സമയത്താണ് ഇരുട്ടുള്ളത്. അപ്പോ ഇരുട്ടും വെളിച്ചവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രാത്രിയും പകലും ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ഇരുട്ട് എന്ന് പറയുന്നത്? അപ്പൊ ഇരുട്ടുണ്ടായിരുന്നില്ലേ, എന്തോ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു സംശയം വരും. അവിടെ ഇരുട്ട് എന്ന് പറയുന്നത് മന്ത്രദ്രഷ്ടാക്കള് കവികളാണ്. അവർക്ക് ക്രാന്തദർശിത്വമുണ്ട്. എത്തേണ്ടയിടത്ത് എത്തിയാല്, ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തേണ്ട, അതായത് ആ ഫിനിഷിംഗ് ലൈനിൽ എത്തി, എത്തേണ്ട സ്ഥലത്ത് എത്തി. അവിടെ എത്തിയാൽ പിന്നെ അപ്പുറത്തേക്കുള്ള കാഴ്ച കിട്ടും. നമ്മളൊക്കെ ഈ ലൈനിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഫിനിഷിംഗ് ലൈൻ വരെ തന്നെ കാണാൻ പറ്റണില്ല. ഫിനിഷിംഗ് ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ, എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് എന്താണ് കാണേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ കാണാൻ പറ്റിയവരുടെ ഭാഷ അത് അവര് കവികളാണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ അർത്ഥത്തിലും കൂടി പറയാം. നമ്മളിപ്പോ ഈ വ്യക്തി കവിയാണ്, ഇതാ അടുത്തൊരു കവയിത്രി എന്നൊക്കെ അവാർഡ് കിട്ടി, മരിച്ചു ഒക്കെ പറയണം. അവരുടെ കവിത്വം ഉണ്ടല്ലോ, ആ കവിത്വം പോലും നമ്മുടെ മന്ത്രദ്രഷ്ടാക്കൾക്ക് ഉണ്ടായിരുന്നു. ക്രാന്തദർശിത്വം എന്ന് മാത്രമല്ല, നല്ല ഭാവന, അത് അതിമനോഹരമായിട്ട് പറയാനുള്ള കഴിവ്. അപ്പോ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? നമ്മളിപ്പോ കാണുന്ന രാത്രി ഇരുട്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഇരുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ അവസ്ഥയെ പറ്റി പറയുമ്പോൾ ഒന്നുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ? ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ, ശൂന്യതയായിരുന്നെങ്കിൽ പിന്നെ ആ ശൂന്യതയിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാവുക? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മ മാത്രമേ വരൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് അസ്തിത്വം എന്നുള്ളത് അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? അതിനു വേണ്ടി പറയുകയാണ്, ഒരു മുറിയിൽ ഇരുട്ടാണെന്ന് വിചാരിക്കും. ആ മുറിയിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും? പല പല വസ്തുക്കളും വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ മുറിയിൽ പോയി നോക്കിയ സമയത്ത് ഇരുട്ടാണ്. തിരിച്ചു വന്നിട്ട് ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കൂ, ആ മുറിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമുക്ക് ഉണ്ടെന്ന് തീർച്ച പറയാൻ പറ്റില്ല, ഇല്ലാന്നും തീർച്ച പറയാൻ പറ്റില്ല. ഉണ്ട് എന്നതിന് വലിയ സാധ്യത ഉണ്ട്. ഇരുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ്. ഉണ്ടോന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെന്ന് തീർച്ച പറയാനുള്ള ഒരു വിശേഷം അവിടെ ഇല്ല. അത് നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടെന്ന് തീർച്ച പറയാനുള്ള വിശേഷം കണ്ടു എന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാസദീയ സൂക്തം വായിക്കുന്ന സമയത്ത് ഈ ഇരുട്ട് എന്നുള്ളത് അത് ഇവിടെ പറയുന്നുണ്ട്. ഭട്ടതിരി പോലും പറയുന്നുണ്ട് അതിനെപ്പറ്റി. ഈ ശ്ലോകത്തിലോ അടുത്ത ശ്ലോകത്തിലോ പറയുന്നുണ്ട്. അതായത് ഇല്ല എന്ന് എങ്ങനെ പറയും എന്ന് പറയുന്നുണ്ട്. ഗഗന പ്രസൂനങ്ങളായി കണക്കാക്കാൻ പറ്റുമോ? ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ നാസദീയ സൂക്തത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, നമ്മളെപ്പോഴും പറയും
ഭഗവാൻ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഭഗവാൻ ഒന്ന് നോക്കി, ആഗ്രഹത്തോട് കൂടിയിട്ടൊന്ന് നോക്കിയ സമയത്ത് സൃഷ്ടി, അതായത് കാലം മായയെ ഉണർത്തി, മായ സാമ്യാവസ്ഥ വെടിഞ്ഞ് 3 ഗുണങ്ങൾക്കും വേറെ വേറെ പ്രത്യക്ഷമായിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സൃഷ്ടി കഴിഞ്ഞ് ലയം തുടങ്ങുന്ന സമയത്ത് എത്രയോ ജീവസമൂഹങ്ങൾ ഭഗവാനിലേക്ക് ലയിച്ചിട്ടുണ്ട്. ജീവസമൂഹം എന്ന് പറയുമ്പോൾ ഈ ജീവന്റെ എല്ലാം വാസനകള് ലിംഗശരീരമായിട്ട് അതെല്ലാം ഭഗവാനിൽ ലയിച്ചു കിടക്കുന്നുണ്ട്. ആ ലയിച്ചു കിടക്കുന്ന വാസനകളൊക്കെ തന്നെ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രകടനത്തിന് വേണ്ടിയിട്ട് വെമ്പല് കൊള്ളുകയാണ്. അതാണ് ഭഗവാൻ സൃഷ്ടിക്കാൻ കാരണം. അതാണ് അടുത്ത സൃഷ്ടിയുടെ വിത്തായി തീരണത് എന്ന്. ഇതൊരു വലിയൊരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു ചിന്തയാണ്. ഒരു വിത്ത്, അതിൽ നിന്നൊരു വലിയ മരം മുളച്ചു വരുന്നു. ആ സമയത്ത് ആ മരം കാര്യവും വിത്ത് കാരണവും എന്ന് നമുക്ക് പറയാം. വിത്ത് കാരണമാണ്, അതിൽ നിന്ന് മുളച്ചു വന്നു. ആ മരം, അതിലുള്ള അനേകം ഫലങ്ങള്, അതിലത്തെ ഫലങ്ങളിലൊക്കെ വിത്തുണ്ട്. ആ വിത്തൊക്കെ തന്നെയും പിന്നീട് പ്രകടിപ്പിക്കാൻ ആഗ്രഹം കാണിക്കുന്ന സമയത്ത് അത് അടുത്ത ക്രിയേഷന് വിത്തായി തീർന്നു എന്ന് പറയുമ്പോ ഇതൊരു വലിയൊരു ചിന്തയാണ്. ഈ സംസാരം തന്നെ, അതിലുള്ള വാസനകൾ തന്നെ അടുത്ത സൃഷ്ടിക്ക് പ്രേരകമാവും എന്ന് പറയുമ്പോ നമ്മളുടെ ജീവനെ പറ്റി നമ്മൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ഏതൊക്കെ വാസനയോട് കൂടിയിട്ടാണ് ഈ സ്ഥൂല ശരീരം നമ്മൾ വെടിഞ്ഞത്, ആ ലിംഗശരീരം നമ്മൾ കൂടെ കൊണ്ടുപോണു. എന്നിട്ട് നമുക്ക് മുക്തിയൊന്നും കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പിന്നെയും തിരിച്ചു വരുമല്ലോ. തിരിച്ചു വരുമ്പോ ഈ വാസനകൾ പ്രകടിപ്പിക്കാൻ തക്ക വിധത്തിലാണ് നമുക്കൊരു ശരീരം കിട്ടുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വ്യഷ്ടിയുടെ അവസ്ഥ തന്നെയാണ് സമഷ്ടിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്തൊരു ചുമതലയാണ്. നമുക്ക് നമ്മളുടെ ഒരു വ്യഷ്ടി ജീവനോട് മാത്രമുള്ള ചുമതലയല്ല, ഈ മൊത്തം സൃഷ്ടിയോട് തന്നെ, സമഷ്ടിയോട് തന്നെ നമുക്ക് എത്ര വലിയൊരു ചുമതലയാണ്. എന്നിട്ട് നമ്മൾ പലപ്പോഴും പറയും, ഭഗവാൻ എന്താണ് ഇങ്ങനെ അനീതി കാണിക്കുന്നത്? ഭഗവാൻ എന്തുകൊണ്ടാണ്? ഭഗവാൻ ഇതൊക്കെ അറിയണില്ലേ? ഭഗവാൻ വിചാരിച്ചാൽ ഇതൊക്കെ ഇല്ലാത്ത വിധത്തിൽ എല്ലാം നല്ല പോലെ ക്രമീകരിച്ചിട്ട് ഈ വിശ്വത്തെ നടത്തി കൊണ്ടുപോയി കൂടെ എന്നൊക്കെ നമ്മൾ പറയും. ഈ നാസദീയ സൂക്തം പഠിക്കുന്ന സമയത്ത് നമുക്കതൊരു എന്തൊരു ഉൾക്കാഴ്ചയാണ് അറിയോ. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. അതേ ചുവട് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നാഹ്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ. ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് ഓരോന്നിനെ പറ്റിയും കാലം എവിടെയായിരുന്നു, കർമ്മം എവിടെയായിരുന്നു എന്ന് നമുക്ക് കൗതുകം അറിയാനുണ്ടെങ്കിൽ അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാ മായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാതിഷ്ഠതം നോ ചേത് കിം പ്രസൂന സദൃശം. കാലം, കർമ്മം, ഗുണം, ജീവകൂട്ടങ്ങള്, ജീവസമൂഹങ്ങള്, വിശ്വം എന്ന് പറയുന്ന ഈ കാര്യം, ഇതൊക്കെ തന്നെ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇത് ഓരോന്നും എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപയർ, അത് വെള്ളം ഒഴിച്ചു വെച്ചാൽ അത് മുളയ്ക്കും. ഈ വെള്ളം ഒഴിച്ചു വെക്കുന്നതിൽ നിന്ന് മുളയ്ക്കുന്നത് വരെയുള്ള സമയത്തെ നമ്മൾ എന്താണ് പറയുക? കാലം എന്ന് നമ്മൾ പറയും. ഈ കാലമാണ് ചലനം ഉണ്ടാക്കുന്നത്. അതായത് വ്യത്യസ്ത വസ്തുക്കള്, ദ്രവ്യങ്ങളൊക്കെ തന്നെ
പഞ്ചഭൂതങ്ങളൊക്കെ ദ്രവ്യങ്ങളാണ്. ഇതെല്ലാം കൂടിച്ചേർന്ന് പലതായി പലതായി പരിണമിക്കുമല്ലോ. അതിന് അവരെ ചലിപ്പിക്കുന്നത് എന്താണ്? അത് കാലമാണ്. അങ്ങനെയുള്ള ശക്തിയാണ് കാലം. കാലം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ 5 ഘടകങ്ങളെ പറ്റി പറയാറുള്ളത് ദ്രവ്യം, കാലം, കർമ്മം, ഗുണം, ജീവൻ. 5 എണ്ണാണ് പറയാറുള്ളത്. ദ്രവ്യം എന്ന് പറഞ്ഞതിനെ പറ്റി ഇനി വിസ്തരിച്ച് പറയും. അതുകൊണ്ട് ഇവിടെ കാലം, കർമ്മം, ഗുണം, ജീവ സമൂഹം എന്ന് മാത്രം പറഞ്ഞു. പിന്നെ വിശ്വം. വിശ്വം എന്ന് പറയുമ്പോൾ അത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള വിശ്വം എന്നുള്ള നിലയിൽ ദ്രവ്യം പോലും അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എവിടെയാണ്? അതൊക്കെ ചില്ലീലാരതിം ഏയുഷി ത്വയി തഥാ നിർലീനതാമായയു. ഭഗവാൻ അപ്പൊ എന്താ ചെയ്യണത്? ഭഗവാന്റെ ലീലയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം എന്നുള്ളത് മുഴുവനും ഭഗവാന്റെ വിനോദമാണ്, ലീലയാണ്. ഈ സമയത്തോ, സൃഷ്ടിയില്ലാത്ത സമയത്തോ ഭഗവാൻ ചിത്തിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്തിലാണ് ഭഗവാൻ ലീല ആടുന്നത്. ചിത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന, ചിത്തിൽ രതി പൂണ്ടിരിക്കുന്ന ചില്ലീലാരതിം, ചിത്തിൽ രമിക്കാൻ ഔത്സുക്യം പൂണ്ടിരിക്കുന്ന ഭഗവാനില് ഏയുഷി ത്വയി തഥാ നിർലീനതാമായയു. അതായത് ഒക്കെ തന്നെ ഭഗവാനിലേക്ക് ലയിച്ചിട്ട് എല്ലാം ഭഗവാനില് ലീനമായി തീർന്നു. അങ്ങനെയുള്ള ലീനാവസ്ഥ എല്ലാം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാതിഷ്ഠതം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവാം. അതൊക്കെ ലീനമായിട്ടിരുന്നു, സുപ്ത അവസ്ഥയിൽ ഭഗവാനെ ലയിച്ചിരുന്നു എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഗഗനപ്രസൂനം, ആകാശപുഷ്പം, ആകാശകുസുമം. ആകാശകുസുമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തൊരു കാര്യം. നമുക്കത് വെറുതെ പറയുമ്പോ നമുക്ക് പറയാം ആകാശപുഷ്പം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരാള് നമ്മളോട് പറയുകയാണെന്ന് വിചാരിക്കും, അവിടെ ആകാശപുഷ്പമുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഇതളുകൾ പറിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആകാശപുഷ്പം എന്നൊക്കെ നമുക്ക് ഇല്ലായ്മ എന്നുള്ളത് ഒരു ചിന്തിക്കാം, നമുക്ക് ഇല്ലായ്മ എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ മുഴുവൻ ഇല്ലാതിരുന്നുവെങ്കിൽ, ശൂന്യത ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്നീട് ഇതൊക്കെ തന്നെ ഉണ്ടാവുമോ? ഉണ്ടാവുകയില്ല തന്നെ. അതുകൊണ്ട് എടുത്തെടുത്ത് പറയണതാണ് ഇതെല്ലാം ഭഗവാനിൽ ലയിച്ചു കിടന്നു എന്നുള്ളത് എടുത്തു പറയാണ് ചെയ്യണത്. അതല്ലെങ്കിൽ ഈ ശൂന്യതാവാദം, ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് പറയുന്നത് എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ലയിച്ചു കിടന്നു. ലയിച്ചു കിടന്നത് ആരിലാണ്? ഒരു ജലത്തിൽ ലയിച്ചു കിടന്നു എന്നോ അതല്ലെങ്കിൽ മറ്റൊരു വസ്തുവിൽ ലയിച്ചു കിടന്നു എന്നോ പറയുന്ന സമയത്ത് ആ വസ്തു എവിടെയെന്ന് ചോദിക്കാം. അതിനു വേണ്ടിയാണ് പറയുന്നത് ലയിച്ചു കിടന്നത് ചില്ലീലയാടുന്ന പരാനന്ദ പ്രകാശത്തിലാണ്. പരാനന്ദ പ്രകാശത്തിൽ ചില്ലീലയാടുന്ന പരാനന്ദത്തിലാണ്. അത് ചിത്തിലാണ് ലീല, വേറൊന്നുമില്ല. കോൺഷ്യസ്നസ്, ബോധം, അതല്ലാണ്ട് മറ്റൊന്നുമില്ല. അതിലാണ് ലയിച്ചു കിടക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ബ്രഹ്മത്തില്. ഏവം ദ്വിപരാർത്ഥകാല വിഗതാ വീക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനേ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിധതുസ്തസ്യ സഹായക്രിയാം. ഇങ്ങനെ 2 പരാർത്ഥകാലം കടന്നുപോയി. അതായത് ഒരു ബ്രഹ്മാവിന്റെ ആയുസ് കടന്നുപോയി. ഒരു ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞു. പിന്നെ ഒരു ബ്രഹ്മാവിന്റെ ആയുസിന്റെ സമയം കൂടി കഴിഞ്ഞു പോയപ്പോഴാണ് രണ്ടാമത്തെ സൃഷ്ടി തുടങ്ങിയത് എന്ന്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്ന സമയത്ത് അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാര്, അറിവുള്ളവര് ഒന്ന് കാണിച്ചു തന്നാൽ നന്നായിരുന്നു. ഇതിന് മേൽപ്പത്തൂർ കവിക്ക് ഇതിന് പ്രമാണമായിട്ട് അദ്ദേഹം വേദത്തിലോ ഏതെങ്കിലും ഒരു ഉപനിഷത്തില്, വേദോപനിഷത്തുക്കളില് അല്ലെങ്കിൽ ഏതെങ്കിലും പുരാണങ്ങളില് എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബ്രഹ്മാണ്ഡ പുരാണം ഒന്നും ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് അതിൽ നിന്നാണ് അധ്യാത്മ രാമായണം എന്നൊക്കെ അല്ലാതെ നമുക്ക് മുഴുവനായിട്ട് അറിയില്ല. അപ്പോ ബ്രഹ്മാണ്ഡ പുരാണത്തിലോ എവിടെയെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇൻ പാസിംഗ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാകൃത പ്രളയം തുടങ്ങിക്കഴിഞ്ഞാല് അടുത്ത സൃഷ്ടി വരുന്നത് ദ്വിപരാർദ്ധ കാലമാണ് എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ചാൽ വളരെ നന്നായിരുന്നു. എന്തായാലും കുറെ കാലം കഴിഞ്ഞ സമയത്ത് ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടി ഒരുങ്ങാണ്. സൃഷ്ടിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ട് ഭഗവാൻ ഒന്ന് അങ്ങനെ നോക്കുകയാണ്. അപ്പൊ അതുവരെ ഏകമായിട്ട് കിടക്കുന്ന ഭഗവാൻ ഞാൻ പലതായി തീരട്ടെ എന്ന് വിചാരിച്ചു. അതായത് പല പല കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ, ഏകമായിട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തി പല പല സെന്റേഴ്സിൽ നിന്ന്, പല പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മളൊക്കെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ്. അങ്ങനെ പല പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇതൊക്കെ വേണം. ദ്രവ്യം, കാലം, കർമ്മം, ഇതൊക്കെ ചേർന്നിട്ട് ഒരു പ്രകൃതി വേണം. അപ്പോ അങ്ങനെ സൃഷ്ടിക്കാനുള്ള ഇച്ഛയോട് കൂടിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടായി? ത്രിഭുവനീഭാവായ മായാ സ്വയം ചുക്ഷുബേ. 3 ലോകങ്ങള്, 3 ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി താഴെ നിന്ന് പാതാളം തൊട്ട് ഭൂമി വരെയുള്ള 7 ലോകങ്ങള്, അധോലോകങ്ങള്, ഭൂമി, പിന്നെ ഭൂമിയുടെ മുകളിലുള്ള 6 ലോകങ്ങള്, അങ്ങനെ 3 ചേർന്നത്. അതായത് ശരിക്ക് 14 ലോകം, ഒന്നിച്ച് ചേർത്ത് പറയുമ്പോൾ 3 ലോകങ്ങള്. അങ്ങനെ 3 ലോകങ്ങളായി 14 ലോകങ്ങളായി വിരിഞ്ഞു നിൽക്കാൻ തയ്യാറായിട്ടുള്ള മായ ക്ഷോഭിച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലപ്പോ പറയും ഭഗവാനെ നിദ്രയിൽ നിന്ന് ഉണർത്താൻ കാലം ഭഗവാനെ വിളിച്ചുണർത്തി എന്ന് പറയും. കാലം ഭഗവാനെ വിളിച്ചുണർത്തി, എന്നിട്ട് ആ സമയത്ത് ഭഗവാൻ സൃഷ്ടിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ സൃഷ്ടിക്കാനുള്ള ഇച്ഛയോടുകൂടി ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ ഫലമായിട്ട് മായ ക്ഷോഭിച്ചു. അങ്ങനെ മായയിലെ 3 ഗുണങ്ങള് വിരിഞ്ഞു നിന്നു എന്ന് ചിലപ്പോ പറയാറുണ്ട്. ചിലപ്പോ മായയെ ഉണർത്തിയത് കാലമാണ് എന്ന് പറയും. ചെറിയ ചെറിയ വ്യത്യാസങ്ങള്, ഇതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പറയുന്നതിന്റെ സ്റ്റൈലില് ഒരു വ്യത്യാസം ഉണ്ടായി എന്ന് വരും. അപ്പോ ത്രിഭുവനീഭാവായ മായ സ്വയം, അങ്ങനെയുള്ള മായ ക്ഷോഭിച്ചു. ആ മായയിൽ നിന്ന് മായാത ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോ വിച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിധതുസ്തസ്യ സഹായക്രിയം. മായയിൽ നിന്ന് കാലശക്തി, പിന്നെ എല്ലാ അദൃഷ്ടവും, നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ജീവികൾ ചെയ്തിട്ടുള്ള സുകൃതവും ദുഷ്കൃതവും, അദൃഷ്ടം. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ പലതും സംഭവിക്കുന്ന സമയത്ത്, ജനിച്ചു, വളർന്നു, വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ പലതും ചെയ്തു, നല്ലതും ചീത്തയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലം നമ്മൾ ഇവിടെ അനുഭവിക്കുന്നു. ആ സമയത്ത് നമുക്ക് പറയാം, ഈ വ്യക്തി ഇന്ന വയസ്സില് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അതിന്റെ ഗുണമാണ് ഇപ്പൊ കാണുന്നത്, അതിന്റെ സുകൃതമാണ്, അതിന്റെ സുകൃതത്തിന്റെ പരിഭാഗമാണ് എന്ന് പറയും. അല്ലെങ്കിൽ ദുഷ്കൃതത്തിന്റെ പരിഭാഗമാണ് എന്ന് പറയും. അതൊക്കെ കാണുന്നതാണ്. പക്ഷേ ഈ സുകൃതവും ദുഷ്കൃതവും ചിലപ്പോ ഈ ജന്മം ചെയ്തത് കാണുന്ന വിധത്തിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടായി വരും. പലപ്പോഴും അത്
കാണാത്ത ഈ ജന്മത്തിലൊക്കെ എത്രയോ മുമ്പ് നമുക്ക് അത് ഇന്ന് നോക്കുന്ന സമയത്ത് അത് അദൃഷ്ടമാണ്, കാണാൻ പറ്റണില്ല. എന്ത് സുഹൃതം എപ്പോ ചെയ്തതിന്റെ ഫലമാണ് ഇത്, ഏത് ദുഷ്കൃതം എപ്പോ ചെയ്തതിന്റെ ഫലമാണ് ഇത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അദൃഷ്ടം എന്ന് പറയും. അപ്പൊ അദൃഷ്ടം എന്നുള്ളത് നമ്മള് കർമ്മഫലം എന്നുള്ളതിന് അദൃഷ്ടം എന്ന് പറയും, ഭാഗ്യത്തിന് അദൃഷ്ടം എന്ന് പറയും. ഭാഗ്യം അത് തന്നെയാണല്ലോ ഒരു തരത്തിൽ ആലോചിച്ചാല്. വിധി എന്നുള്ളത് അദൃഷ്ടത്തിന് വേറൊരു വാക്കായിട്ട് നമ്മൾ വിധി എന്ന് പറയും. എന്താണെന്ന് കാണാൻ പറ്റണില്ല. അപ്പൊ ഇവിടെ എന്താണ് സുഹൃതം ദുഷ്കൃതം. ഇതാണ് നാസദീയ സൂക്തത്തിൽ പറഞ്ഞത്. ഓരോ ഭഗവാനിലേക്ക് ലയിച്ച ജീവികളുടെ ഒക്കെ വാസനകൾ ഉണ്ടല്ലോ, ഈ സർവചരാചരങ്ങളുടെയും വാസന അത് പ്രകടീകൃതമാവാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ അതാണ് അടുത്ത സൃഷ്ടിയുടെ വിത്ത് എന്ന് വരെ. അതുകൊണ്ടാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടി നടത്താൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദൃഷ്ടം, കാലശക്തി, അഖിലാദൃഷ്ടം, സ്വഭാവം. സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ കാലത്തില് പലതും ചേരും. അത് കർമ്മം എന്ന് പറയാം. ഈ പരിണാമ വിശേഷത്തിനാണ് സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു സ്ഥാപനത്തില് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ചോദിക്കുക, അതാണ് കൊണ്ടുപോയി കൊടുക്കുക. ക്യാരക്ടർ എന്ന് പറയുന്നത് സാധാരണ വാസ്തവം പറയുക ക്യാരക്ടറിന് സർട്ടിഫിക്കറ്റ് എഴുതാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മളുടെ ഒക്കെ സ്വരൂപം എന്നുള്ളത്. എന്താണ്? ആത്മസ്വരൂപമാണ്, ആത്മാവാണ് നമ്മളുടെ സ്വരൂപം. ആ നിലയ്ക്ക് നോക്കുമ്പോ ഇവിടെയുള്ള ഓരോ വ്യക്തിയും അവരൊക്കെ തന്നെ ഒരേ സ്വരൂപമാണ്. നമ്മൾ ആ സ്വരൂപം എന്നുള്ളത് ഒന്നാണ്. അതിനെപ്പറ്റി ആർക്കും പറയാൻ പറ്റില്ല. കാരണം ആത്മാവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ആത്മാവിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും സാഹചര്യം അനുസരിച്ചിട്ട് പല പല ഭാവങ്ങൾ സ്വീകരിക്കും. ഈ ഓരോന്നായിട്ട് ഭവിക്കും, ആയി തീരും. അതാണ് സ്വഭാവം. പക്ഷെ നമ്മൾ ശരിയായിട്ടുള്ള അർത്ഥത്തിലെടുത്താൽ നമ്മൾ ഒന്നുമായി തീരുന്നില്ല. എന്നും ഒരു നിജാവസ്ഥയാണ്. അത് സ്വരൂപം. പലതായി ഭവിക്കുന്നത്, ആയി തീരുന്നത് സ്വഭാവം. ഒരു സ്വർണത്തിന്റെ തളിക കുറെ വെള്ളത്തിലിട്ട് വെച്ചുവെങ്കിൽ സ്വർണത്തിന്റെ ഒരു സ്വരൂപമുണ്ട്. വ്യാവഹാരിക അർത്ഥത്തിൽ പറയുമ്പോൾ അതിനൊരു സ്വരൂപമുണ്ട്. അത് കുറെ കാലം വെള്ളത്തിൽ കിടന്നിട്ട് അതിൽ കുറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാല് അതിന്റെ സ്വഭാവം വേറെ പുതിയതായിട്ട് വരും, പുതിയതായിട്ടൊരു സ്വഭാവം. സ്വരൂപം എന്നുള്ളത് അത് ബേസിക് ആയിട്ടുള്ള അതിന്റെ അതെന്താണോ അതാണ് സ്വരൂപം. അത് പലതായി തീരുന്നതാണ് സ്വഭാവം. അപ്പൊ പരിണാമ വിശേഷങ്ങള് ഇത് സ്വഭാവം. കാലം, ദ്രവ്യങ്ങളൊക്കെ ചേരുന്ന സമയത്ത് കാലത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒക്കെ വന്നു ചേരുന്ന പല സ്വഭാവങ്ങള്. പിന്നെ ജീവന്റെ അദൃഷ്ടം, അതൊക്കെ തന്നെ എല്ലാം മായയുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഗുണങ്ങൾ വികസിക്കാൻ വേണ്ടി ഗുണങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് മായയ്ക്ക് സഹായം ചെയ്തു കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ കാലം, സ്വഭാവം, അദൃഷ്ടം എന്നുള്ളതൊക്കെ മായയെ അങ്ങനെ വിരിഞ്ഞാടാൻ വേണ്ടി പല 3 ഗുണങ്ങൾ അതിൽ തെളിഞ്ഞു നിൽക്കാൻ വേണ്ടി, തെളിഞ്ഞു വേറെയായി നിൽക്കാൻ വേണ്ടി, സാമ്യാവസ്ഥ അകന്നു നിൽക്കാൻ വേണ്ടി മായയെ സഹായിച്ചു. ഏവം ദ്വിപരാർത്ഥകാല വിഗതാ വീക്ഷാംസി സൃക്ഷാത്മികാം വിഭ്രാണേ ത്വയി ചുക്ഷുവേ ത്രിഭുവനേ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികസ്യ വിദതുസ്തസ്യ സഹായക്രിയാം. മായയുടെ സഹായത്തിനായിട്ട് തസ്യ സഹായക്രിയാം
ഗുണങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് നിന്നു. പിന്നെ അങ്ങനെയുള്ള മായയിൽ എന്തുണ്ടായി എന്നുള്ളത് പറയണം. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്തം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവാപര കാലാദി പ്രതിബോധിതാദ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാഗരു ബുദ്ധി തത്വമസൃജത് ദ്യോസൗ അസൃജത് യോ അസൗ മഹാനുച്യതേ. മായയുടെ അധീശനായിട്ട് നിൽക്കുന്നത് ഭഗവാനാണ്. മായയുടെ മുകളിൽ നിൽക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ ആജ്ഞപ്രകാരമാണ് മായ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മായയിൽ ഭഗവാൻ സന്നിധാനം ചെയ്യുന്നുവെങ്കിലും മായയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് പറയുന്നു. മായയിലേക്ക് പ്രവേശിച്ച് മായയ്ക്ക് അധീനപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നില്ല. മായാസന്നിഹിത അപ്രവിഷ്ട വപുഷ സാക്ഷീതി ഗീതോ ഭവാൻ. ഭഗവാൻ ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കണം. ഭഗവാന്റെ സാന്നിധ്യം ഒന്ന് മതി, ഭഗവാന്റെ ഈ ഈക്ഷണം ഒന്ന് മതി, പിന്നെ മായ പ്രവർത്തിച്ചുകൊള്ളും. ആ മായയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റും. നേരത്തെ ഭാഗവതത്തില് ചതുശ്ലോകി ഭാഗവതത്തില് വേദതത്വം തന്നെയാണ്. വേദത്തിന്റെ ഉപബ്രഹ്മണമാണ് പുരാണം. വേദതത്വം, ഭാഗവതത്തിന്റെ തത്വം, അത് 4 ശ്ലോകങ്ങളിലായിട്ട് ബ്രഹ്മാവിന് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സദസത്പരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. തുടക്കത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെയും ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാം അവസാനിച്ചു കഴിയുമ്പോഴും ഞാൻ മാത്രമാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ 1ാമത്തെ ശ്ലോകത്തില് മേൽപ്പത്തൂർ ഭട്ടതിരി എടുത്തു പറയുന്നുണ്ട്. തത്രൈകസ്ത്വം അശിഷ്യത. അവിടെ അവിടുന്ന് മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. പരാനന്ദ പ്രകാശമായിട്ടുള്ള, പ്രകാശസ്വരൂപനായിട്ടുള്ള, പ്രകാശാത്മ ഭാവത്തില് അവിടുന്ന് മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു മായാസന്നിഹിത അപ്രവിഷ്ട വപുഷ. ഭഗവാൻ അഹമേവാസമേവാഗ്രേ നാട്യത്തിൽ സദസൽപരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യഹം ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തത് വിദ്യാത് ആത്മനോ മായം യഥാഭാസോ യഥാതമ. ഇവിടെ ഉള്ളത് പലതും ഇല്ല എന്ന് തോന്നുന്നു, ഇല്ലാത്തത് പലതും ഉള്ളതായിട്ടും നമുക്ക് തോന്നുന്നു നമ്മളുടെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത്. അതിന് കാരണം എന്റെ മായ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്റെ മായ തന്നെയാണ് അതിന് കാരണം. അപ്പൊ ഭഗവാൻ ആ മായയെ സ്വീകരിക്കുന്നുണ്ട്. എന്നാലോ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷുന തേഷ്വഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് എല്ലാ ഭൂതങ്ങളിലേക്കും ഈ ചൈതന്യം പ്രവഹിച്ചു എന്ന് പറയാം, പ്രവേശിച്ചു എന്ന് പറയാം. എന്നാൽ പ്രവേശിച്ചിട്ടില്ല. പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അതിന് ആ വസ്തുവിന്റെ ഇപ്പൊ ഒരു മരത്തിന്റെ ഒരു മേശ, ആ മേശ മരം കൊണ്ടുണ്ടാക്കിയ മേശയാണ്. മരം കൊണ്ടുണ്ടാക്കിയ ആ മേശയിലേക്ക് മരം പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റുമോ? മരം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മരം പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മരം പ്രവേശിച്ചിട്ടില്ലേ? മരം എന്നൊരാശയത്തിലേക്ക്, മേശ എന്നൊരാശയത്തിലേക്ക് മരം പ്രവേശിച്ചപ്പോഴല്ലേ അത് ഒരു മേശയായി തീർന്നത്. മേശ എന്നൊരാശയത്തിലേക്ക് മരം പ്രവേശിച്ചപ്പോഴല്ലേ അത് മേശയായി തീർന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോ പ്രവേശിച്ചു എന്ന് പറയാം, പ്രവേശിച്ചിട്ടില്ല എന്ന് പറയാം. പ്രവേശിച്ച പോലെ തോന്നുന്നു, വാസ്തവത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഇവിടെ മായയിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ മായയ്ക്ക് തന്റെ സാമീപ്യം കൊടുത്തിട്ടുണ്ട്,
സാന്നിധ്യം കൊടുത്തിട്ടുണ്ട്, പക്ഷെ മായയിലേക്ക് പ്രവേശിക്കണില്ല. അങ്ങനെ ഒരു അവസ്ഥയില് ഭഗവാൻ നിൽക്കുന്ന സമയത്ത്, മായ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത്, മായാ സന്നിഹിതോ അപ്രവിഷ്ട വപുഷോ സാക്ഷീതി ഗീതോ ഭവാൻ, എല്ലാത്തിനും അധ്യക്ഷനായിട്ട് സാക്ഷിയായിട്ടാണ് അവിടുന്ന് നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ അവിടുന്ന് അറിയപ്പെടുന്നത്, അവിടുത്തെ യശസ്. സാക്ഷീതി ഗീതോ ഭവാൻ, അവിടുന്ന് കീർത്തിക്കപ്പെടുന്നത് സാക്ഷി എന്നുള്ളതാണ്. ഭേദൈസ്തം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരാ. എങ്ങനെയാണോ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് അനേകം കുടങ്ങൾ താഴെ വെക്കുമ്പോ, വെള്ളമുള്ള കുടങ്ങൾ വെക്കുമ്പോ അതിലൊക്കെ പ്രതിബിംബമായിട്ട് നമ്മൾ കാണും, സൂര്യനെ കാണും. സൂര്യൻ ഉണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്. സൂര്യന്റെ എല്ലാ നല്ല തിളക്കം, എല്ലാ സ്വഭാവവും ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അതേസമയം അത് പ്രതിബിംബമാണ് താനും. അങ്ങനെ പക്ഷേ സൂര്യൻ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രതിബിംബം ഉണ്ടായത്. അതുകൊണ്ട് പ്രതിബിംബം എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്, മറ്റൊന്നിന്റെ പ്രതിബിംബമല്ല. ഇതാണ് ജീവോ ബ്രഹ്മൈവ നാപര എന്ന് പറയുന്നില്ലേ. ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അത് ഇവിടെ എടുത്തു പറയാണ്, ആ വൈദികമായിട്ടുള്ള ആശയം എടുത്തു പറയാണ്. ഭേദൈസ്തം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപര. അവിടുന്ന് പ്രതിബിംബമായിട്ട് ഇത് പലതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ജീവൻ, ജീവാത്മാവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, മറ്റൊന്നല്ല. കാലാദി പ്രതിബോധിതാഥ ഭവതാ സഞ്ചോദിതാച സ്വയം മായാ സാഖലു ബുദ്ധി തത്വമസൃജത് യോ അസൗ മഹാനുച്യതേ. കാലം കൊണ്ടും മറ്റും പ്രതിബോധിതമായിട്ടുള്ള, ഉണർത്തപ്പെട്ടിട്ടുള്ള അവിടുത്തെ ആജ്ഞ കൊണ്ട് അവിടുന്നാൽ സംചോദിതമായിട്ട് കാലം വിളിച്ചുണർത്തിയിട്ടുള്ള ഈ മായ, ആ മായയിൽ നിന്ന് ബുദ്ധിതത്വം അസൃജത്, ബുദ്ധിതത്വം ജനിച്ചു. ബുദ്ധിതത്വം എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്ക് മുമ്പായിട്ട്, സൃഷ്ടിയുടെ തുടക്കത്തിലുള്ളതാണ് ഈ ബുദ്ധിതത്വം. ബുദ്ധിതത്വം ജനിച്ചു. അതിന് മഹാൻ എന്ന പേര്. മഹത്തത്വം എന്ന് പറയുന്നത് തന്നെയാണ് അവിടെ മഹാൻ എന്ന് പറയുന്നത്. അങ്ങനെ മായയിൽ നിന്ന് ബുദ്ധിതത്വം ജനിച്ചു. തത്രാസൗ ത്രിഗുണാത്മികോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുത്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണു ഭവൽ പ്രേരണാത്. ഇവിടെയാണ് ആദ്യം ഈ മായയിൽ നിന്ന് ബുദ്ധിതത്വം ഉണ്ടാകുന്ന സമയത്ത് 3 ഗുണങ്ങള് നേരത്തെ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞു. മായയിൽ 3 ഗുണങ്ങൾ വേറെ വേറെയായി നിന്ന് കഴിയുന്ന സമയത്ത് പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെല്ലാം തന്നെ ഗുണമയമാണ്. അങ്ങനെ ത്രിഗുണാത്മകം ആണെങ്കിലും ഈ മഹത്തത്വമുണ്ടല്ലോ, അതില് സത്വമാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. സത്വം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് ജീവൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? പരമാത്മാവിൽ നിന്ന് തന്നെ ഒരു, എങ്ങനെയാ അത് പറയേണ്ടത്, കണികയായി വന്നുന്നോ, ഒരു അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങളെ പോലെനോ, അതോ പരമാത്മാവ് പ്രതിബിംബിച്ചതാണ് എന്ന് പറയാം. അങ്ങനെയാവുമ്പോ ഓരോ ഈ ജീവാത്മാക്കളൊക്കെ തന്നെയും അത് സത്വമയമാണ്. അവിടെ ഞാൻ എന്നുള്ള ബോധമുണ്ട്. പക്ഷെ ഞാൻ എന്നുള്ള ബോധത്തില് ഞാൻ വേറെ എന്നുള്ള ബോധമില്ല. ഈ ഞാൻ എന്ന് പറയുന്നത് എല്ലാമായിട്ടുള്ള ഞാനാണ് എന്നുള്ള ബോധമാണ് ജീവന് തുടക്കത്തിലുള്ളത്. ബുദ്ധി തത്വം മാത്രം പ്രവർത്തിക്കുന്ന സമയത്ത് അപ്പോഴേക്ക് തന്നെ ജീവൻ എന്നുള്ളതിന്റെ അസ്തിത്വം വരുന്നുണ്ടെങ്കിലും അതിന് ഞാൻ എന്നുള്ള ഭാവമുണ്ടെങ്കിലും അത് നിർവികൽപ്പമാണ്. അതിൽ വികൽപ്പമില്ല, വേറെ എന്നുള്ള വിചാരമില്ല. കാരണം സത്വമാണ് ഈ മഹത്തത്വത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് തുടക്കം. പക്ഷേ
അരവിന്ദ ഘോഷൊക്കെ പ്രത്യേകിച്ചും പറയാറുള്ള ഒരു കാര്യമാണ് ഈ യൂണിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നുണ്ടല്ലോ. അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ്, അത്ര തന്നെ മഹത്വമുള്ളതാണ് മൾട്ടിപ്ലിസിറ്റി കോൺഷ്യസ്നസ്. പല പല കേന്ദ്രങ്ങളിൽ നിന്ന് ഈ തത്വം പ്രവർത്തിക്കുന്നു എന്നുള്ള മൾട്ടിപ്ലിസിറ്റി കോൺഷ്യസ്നസ് എന്നുള്ള അവസ്ഥ അത്രയും നല്ലതാണ്. പക്ഷെ എവിടെയാണ് പ്രശ്നം വരുന്നത്? ഈ ഓരോ സെന്റേഴ്സിലുമുള്ള മൾട്ടിപ്ലിസിറ്റി കോൺഷ്യസ്നെസ്സിന് അത് താൻ വേറെയാണെന്ന് വിചാരിക്കുന്ന സമയത്ത്, ആ യൂണിറ്റി കോൺഷ്യസ്നെസ്സിൽ നിന്ന് പരാമുഖമായി നിൽക്കുന്ന സമയത്ത്, മറ്റൊരു ദിശയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഞാൻ വേറെ എന്ന് വിചാരിക്കുന്ന സമയത്ത്, അവിടെയാണ് പ്രശ്നം മുഴുവനും ഉദിക്കുന്നത് എന്ന് ഈ ഗുണങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടൊന്നുമല്ല, അല്ലാതെ അദ്ദേഹം പറയാറുണ്ട്. യൂണിറ്റി പ്രപഞ്ചത്തെ പറ്റി പറയുമ്പോൾ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എടുത്തെടുത്ത് പറയാറുള്ള ഒരു കാര്യമാണത്. ഇവിടെ മേൽപ്പത്തൂർ കവി പറയുന്നത്, മഹത്തത്വം എന്നുള്ളത് ത്രിഗുണമയമാണെങ്കിലും അതിന് സത്വം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ജീവൻ അപ്പോഴേക്കും വേറെ ജീവന്റെ പൊടിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഈ ജീവാത്മാക്കൾക്ക് ആ അവസ്ഥയില് നിർവികൽപ്പമായിട്ടുള്ള അഹം എന്നുള്ളതാണ്. അപ്പൊ അഹം എന്നുള്ളതിന് ഒരു നിർവികൽപ്പ അവസ്ഥയുണ്ട്, സവികൽപ്പ അവസ്ഥയുമുണ്ട്. അഹം തത്വം എന്നുള്ളത് നിർവികൽപ്പമായിട്ടുള്ള, വ്യത്യാസമൊന്നുമില്ലാത്ത ഒരവസ്ഥ. അത് കഴിഞ്ഞ് വേറെ ആയിട്ട് കർത്തൃത്വവും ഭോക്തൃത്വവും ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ചെറിയൊരു ഞാനായിട്ട്, മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഒരു ചെറിയ ഞാനായിട്ട് അത് അനുഭവിക്കുമ്പോഴേക്കും അവിടെയാണ് അഹങ്കാരത്തിന് ദോഷം ഉണ്ടാക്കുന്ന അഹങ്കാരത്തിന്. അപ്പോ ഒരു നിർദോഷിയായിട്ടുള്ള, പ്രപഞ്ചത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു അഹം തത്വം എന്നുള്ളൊരു ഭാവമുണ്ട്. അത് പ്രബലമായിട്ട് വേറെ എന്നുള്ള തരത്തില് ഓരോരോ ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്ന അവസ്ഥയില് ഞാൻ വേറെ, ഇത് അത്, ഞാൻ നീ എന്നുള്ള ഭാവത്തിൽ വരുന്ന സമയത്ത് അത് അവിടെ നമുക്ക് മനസ്സിലാവും, അപ്പോഴേക്ക് തമസ് അവിടെ കയറി കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാവും. അതാണ് പറയുന്നത്, തത്രാസൗ ത്രിഗുണാത്മകോപിച്ച മഹാൻ. ത്രിഗുണാത്മകമാണെങ്കിലും ആ മായയിലുള്ള മഹത്തത്വം സത്വപ്രധാനമാണ്. അത് സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹം ഇത്യുദ്ബോധ നിഷ്പാദക. ജീവനിൽ നിർവികൽപ്പമായിട്ടുള്ള അഹം എന്നുള്ള വിചാരം ഉണ്ടാക്കി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖൽവസൗ. ഈ മഹത്തത്വത്തിന് തന്നെ ഒരു കാര്യം പിന്നെ സൃഷ്ടിക്കണു. അതെന്താണ്? സവികൽപ്പമായിട്ടുള്ള അഹം തത്വത്തെ സൃഷ്ടിച്ചു. ചക്രേ അസ്മിൻ, അതില് സവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖൽവസൗ. ആരാണ് സൃഷ്ടിച്ചത്? ഈ മഹത്തത്വം തന്നെ. ഈ മഹത്തത്വം തന്നെ അത് സൃഷ്ടിച്ചു പോലും. ഏത്? ഈ സവികൽപ്പമായിട്ടുള്ള അഹം തത്വം. സമ്പുഷ്ടം ത്രിഗുണായി സമോതി ബഹുലം വിഷ്ണോ ഭവൽ പ്രേരണാൽ. അവിടുത്തെ പ്രേരണ കൊണ്ട് അതൊക്കെ തന്നെ ത്രിഗുണങ്ങള് സമ്പുഷ്ടമായിട്ട് നിൽക്കുന്ന അവസ്ഥയായി. തമസ് വിളയാടി നിറഞ്ഞു തൂവുന്ന അവസ്ഥയിലേക്ക് ഈ തമസ് അങ്ങനെ അതില് വർദ്ധിച്ചു വന്നു. അപ്പൊ അഹം തത്വം എന്നുള്ളത് വാസ്തവത്തിൽ അവിടെ ഒരു നമ്മളിപ്പോ പറയുന്ന അഹങ്കാരത്തിന്റെ ആ ഭാഷ തന്നെ നമുക്ക് അവിടെ അതിനു വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഉണ്ടായ അഹങ്കാരം എന്ത് ചെയ്തു? സോഹം ജത് ആറാമത്തെ ശ്ലോകം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാവിധി ഭവന്നാദ്യേന സത്വാത്മനാം ദേവാനിന്ദ്രിയമാനിനോ ഹൃത
ദിശാവാതർക്കപാശ്യശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീ രുദ്രശാരീരകാൻ. അങ്ങനെ ഇപ്പൊ എന്തൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞു? മായ ക്ഷോഭിച്ചു, ഗുണസാമ്യത നഷ്ടപ്പെട്ടു, കാലം മായയെ നല്ലപോലെ ചലിപ്പിച്ചു. മായയ്ക്ക് സഹായകമായിട്ട് കാലവും അദൃഷ്ടവും സ്വഭാവവും എല്ലാം നിന്നു, സഹായം ചെയ്തു. അങ്ങനെയുള്ള മായ മഹത്തത്വത്തെ ജനിപ്പിച്ചു. മഹത്തത്വം സത്വമയമായിരുന്നു, ത്രിഗുണാത്മകമാണെങ്കിലും സത്വം മുന്നിട്ട് നിന്നിരുന്നു. അങ്ങനെയുള്ള മഹത്തത്വം തന്നെ അഹം തത്വത്തെ, ആദ്യം നിർവികൽപമായിട്ടുള്ള അഹം തത്വത്തെ സൃഷ്ടിച്ചു. പിന്നീട് അതിലേക്ക് തമസ് ചേർത്തിട്ട്, അവിടുത്തെ പ്രേരണ കൊണ്ട് സൃഷ്ടി നടക്കണല്ലോ, അതിനു വേണ്ടിയിട്ട് 3 ഗുണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുമുണ്ട്. സത്വഗുണമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ ശാന്തതയുള്ളൂ. പക്ഷെ ഈ കർമ്മോന്മുഖത എന്നുള്ളത് രജോ ഗുണത്തിന്റെ സമ്മാനമാണ്. രജോ ഗുണമില്ലെങ്കിൽ ഇവിടെ കർമ്മങ്ങളൊന്നും ഇങ്ങനെ നടന്നു പോവില്ല. അതുപോലെ തന്നെ തമസ്സില്ലെങ്കിൽ കർമ്മം മാത്രം ഉണ്ടാവും. ഒരു കാറ് ബ്രേക്ക് ഇല്ലാതെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ അവസ്ഥ എന്താ? എവിടെയെങ്കിലൊക്കെ ഒന്ന് അത് നിൽക്കണം, ഒരു ആലസ്യം വന്ന പോലെ അത് നിൽക്കണം, ആ കർമ്മം നിലയ്ക്കണം. ഇതിനാണ് തമസ്സിന്റെ ആവശ്യമുണ്ട്. ഇത് 3 ആവശ്യമുള്ളതാണ്. അങ്ങനെ ഇപ്പൊ 3 പ്രബലമായിട്ട് വന്നു. സോഹം ച ത്രിഗുണക്രമ ത്രിവിധതാമാ സദ്യ വൈകാരികോ. അഹം തത്വം എന്നുള്ളത് സത്വഗുണത്തോട് ചേർന്ന സമയത്ത് അത് വൈകാരികം അല്ലെങ്കിൽ സാത്വിക അഹങ്കാരമായി തീർന്നു. 3ലേക്കും അത് 3ആയിട്ടും ചേരുന്നുണ്ട്. അത് താമസം, വൈകാരികം, തൈജസം, ഇങ്ങനെ എല്ലാം 3ആയിട്ടും ഈ അഹങ്കാരം 3 ഗുണത്തോടും ചേർന്ന് 3 പ്രകാരത്തില് നിൽക്കണു. അതില് ആദ്യം ഭവന്നാദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ ഹൃത. സത്വ ഗുണത്തോട് ചേർന്നിട്ടുള്ള അഹങ്കാരം എന്തിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയണം? ദേവന്മാരെ സൃഷ്ടിച്ചു. അകൃത എന്താണ് സൃഷ്ടിച്ചത്? ദേവാനിന്ദ്രിയമാനിനോ. ദേവന്മാരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ശ്ലോകത്തില് അവരാരാണെന്ന് മാത്രം പറയുന്നുണ്ട്. അത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് നിർത്തേണ്ട സമയമായതുകൊണ്ട്. ആരൊക്കെയാണ് സൃഷ്ടിച്ചത്? ദിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിക് ദേവതകളെ സൃഷ്ടിച്ചു. ദിക് ദേവതകൾ എന്നുള്ളത് ശ്രോത്രേന്ദ്രിയത്തിന്റെ ദേവതയാണ്. പിന്നെ വാദം, അത് സ്പർശേന്ദ്രിയത്തിന്റെ ദേവതയാണ്. വാദം വായു. അർക്കൻ സൂര്യൻ എന്നുള്ളത് രൂപത്തിന്റെ, അതായത് നേത്രേന്ദ്രിയത്തിന്റെ ഈശ്വരനാണ് അർക്കൻ, സൂര്യൻ. പാശി എന്ന് പറയുന്നത് രസനേന്ദ്രിയത്തിന്റെ അധിഷ്ഠാന ദേവതയാണ്. വരുണൻ. പാശി എന്ന് പറഞ്ഞാൽ വരുണൻ ജലത്തിന്റെ ദേവനാണ്, രസനേന്ദ്രിയത്തിന്റെ അധിഷ്ഠാന ദേവതയാണ്. പിന്നെ അശ്വിനി ദേവന്മാര്, അത് ഘ്രാണേന്ദ്രിയത്തിന്റെ ദേവന്മാരാണ് അശ്വിനി ദേവന്മാര്. അങ്ങനെ 5 ഇന്ദ്രിയങ്ങളുടെ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ പറഞ്ഞു. ഇനി 5 കർമ്മേന്ദ്രിയങ്ങളുടെ പറയുന്നു. വന്നി, ജിഹ്വ, സംസാരിക്കാൻ, വാക്കിന്റെ ദേവതയാണ് വന്നി, അഗ്നി. ഇന്ദ്രൻ പാണികളുടെ, കയ്യിന്റെ ദേവതയാണ് ഇന്ദ്രൻ. പിന്നെ കാലിന്റെ അച്യുതൻ, ഒരു ഉക്രമൻ, വലിയ
കാൽവെപ്പെടുത്തിട്ട് വാമനാവതാര കാലത്ത് പോയ വിഷ്ണുദേവൻ, അച്യുതൻ, ച്യുതിയില്ലാത്ത ഭഗവാൻ, അച്യുതൻ വിഷ്ണു. പിന്നെ വിസർജന ഇന്ദ്രിയത്തിന്റെ മിത്രൻ യമൻ. മിത്രനാണ് വിസർജനേന്ദ്രിയത്തിന്റെ അധിഷ്ഠാന ദേവത. പിന്നെ പ്രജനനേന്ദ്രിയത്തിന്റെ പ്രജാപതിയാണ്. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളുടെ ഈശ്വരന്മാരെ പറ്റി പറഞ്ഞു. പിന്നെ അന്ധകരണത്തിന്റെ 4 വൃത്തികളുടെ ഈശ്വരന്മാരെ പറ്റി പറയുന്നു. മനസ്സ്, സങ്കല്പ വികല്പാത്മകമായിട്ടുള്ള മനസ്സിന്റെ ദേവനാണ് വിധു, ചന്ദ്രൻ. പിന്നെ ബുദ്ധിയുടെ വിധി, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ്. അഹങ്കാരത്തിന്റെ ശ്രീ രുദ്രനാണ് അഹങ്കാരത്തിന്റെ ദേവത. പിന്നെ ശാരീരകൻ എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞൻ, ചിത്തത്തിന്റെ. വാസുദേവൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ചിത്തത്തിന്റെ. വാസുദേവൻ എന്ന് സാധാരണ പറയുന്നത് ചതുർവ്യൂഹത്തെ പറ്റി പറയുമ്പോഴാണ് അവിടെ ചിത്തത്തിന്റെ ദേവൻ വാസുദേവനാണ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന സമയത്ത് ക്ഷേത്രജ്ഞൻ എന്ന്, എല്ലാത്തിനെയും ഓരോരോ ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന ക്ഷേത്രജ്ഞൻ. ഇങ്ങനെയുള്ള 14 ദേവന്മാരെ സൃഷ്ടിച്ചതിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. ഇനി അടുത്തതില് ഇതിപ്പോ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന്, സാത്വിക അഹങ്കാരത്തിൽ നിന്ന്, ഇനി തൈജസ അഹങ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജസ അഹങ്കാരത്തിൽ നിന്ന് അതിനെപ്പറ്റി ഇനി വീണ്ടും പറയും. ഇവിടെ മനസ്സ്, ബുദ്ധി, അഹംകൃതി, പിന്നെ ചിത്തം, അങ്ങനെയുള്ള അന്ധകരണത്തെ പറ്റി കൂടി അടുത്തതിലാണ് പറയുന്നത്. പക്ഷെ അതുകൂടി സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് വന്നതാണ്. അടുത്ത ശ്ലോകത്തിന്റെ ആദ്യത്തെ ഭാഗത്തില് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ള 4 ചിത്തവൃത്തികളെ കൂടി പറയുന്നുണ്ട്. 7ാമത്തെ ശ്ലോകത്തിലാണ് അത് ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച നമുക്കത് കാണാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. തിരുമേനി